KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഒരു വ്യക്തി, അത് ഏത് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് കേരളത്തിൽ മുഴുവൻ സ്വീകാര്യത ഉണ്ടായിരിക്കണം എന്നത് കൃത്യമായും AICC നേതൃത്വം പാലിക്കേണ്ട ഒരു കടമയാണ് എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ K മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രയോഗം ഉപയോഗിച്ചത്. ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർ തിരിച്ചറിയുന്ന ഒരു നേതാവായിരിക്കണം എന്നത്. അത്തരത്തിൽ ഒരു നേതാവാകാൻ ആൻ്റോ ആൻ്റണിക്കോ അതല്ലെങ്കിൽ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജാതി സമുദായ അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടുന്ന ഏതെങ്കിലും നേതാക്കൾക്കോ കഴിയില്ല എന്നുള്ളത് K മുരളീധരൻ ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ച കാര്യമാണ്. ഇപ്പോൾ സണ്ണി ജോസഫിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയപ്പോൾ K മുരളീധരൻ തന്നെ അതിന് എതിരായി ശക്തമായി പ്രതിരോധവുമായി വന്നിരിക്കുകയാണ്. സണ്ണി ജോസഫ് KPCCയുടെ അധ്യക്ഷനായത് സാമുദായിക പരിഗണന കൊണ്ടല്ല. കത്തോലിക്കക്കാരനായ സണ്ണി ജോസഫിന് കത്തോലിക്ക സഭയുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയല്ല ഇത്തരത്തിൽ വന്നത്. ജോസ് കെ മാണി വിഭാഗം ഉൾപ്പെടെ കത്തോലിക്ക പാർട്ടികൾ മുഴുവൻ LDFിൻ്റെ കൂടെ പോകും എന്ന് പേടിച്ചുമല്ല. ഇത് കഴിവിന് കൊടുത്ത അംഗീകാരമാണെന്ന് K മുരളീധരൻ ഉറപ്പിച്ചു പറഞ്ഞു. സുധാകരൻ്റെ നോമിനിയായാണ് സണ്ണി ജോസഫിൻ്റെ കടന്നുവരവ് എന്നും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ സൈബർ പോരാളികൾ സണ്ണി ജോസഫ് കോൺഗ്രസിൻ്റെ കാത്തലിക് വിഭാഗം നേതാവ് മാത്രമാണ്, അതല്ലാതെ കേരളത്തിൽ അദ്ദേഹത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിനെ മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടീച്ചറമ്മ എന്ന് CPIM ഓമന പേരിട്ട് വിളിക്കുന്ന ശൈലജയെ സ്വന്തം മണ്ഡലത്തിൽ നിന്നും ആദ്യം കെട്ടുകെട്ടിച്ചത് പേരാവൂരിൽ നിന്നും സണ്ണി ജോസഫ് 2011 ജയിച്ചപ്പോഴാണ്. ആ മണ്ഡലം കഴിഞ്ഞ 14 കൊല്ലമായി സണ്ണി ജോസഫ് തന്നെ നിലനിർത്തുകയാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ട്രാക്ക് റെക്കോർഡിന് എന്ന് ചോദിക്കപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് പ്രായം 72 ആയത്. കേരള രാഷ്ട്രീയത്തിൽ ഇനിയും അദ്ദേഹത്തിന് പോരാട്ടം നയിക്കാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ CPIM ഇവിടെ വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതായത് തുടർഭരണം കിട്ടും എന്ന് പോസ്റ്ററുകൾ അച്ചടിച്ച് കരുതലാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നതെന്നും ആ കരുതലിൻ്റെ പര്യായമാണ് തുടർഭരണമെന്നും ഒക്കെ വീമ്പിളക്കുമ്പോൾ K മുരളീധരൻ വീണ്ടും പറയുകയാണ് ഒരു കുട്ടിയുടെ ഉദാഹരണം കൃത്യമായി പറഞ്ഞുകൊണ്ട്. അതായത് മറ്റുള്ളവൻ്റെ വികസനം ഏറ്റെടുത്ത് സ്വന്തം സർക്കാരിൻ്റേതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന പിണറായി അന്യൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന സ്വഭാവം എന്ന സവിശേഷതയാണ് കാണിക്കുന്നത് എന്ന് K മുരളീധരൻ പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ തൊലി ഉരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിലിനെ രക്ഷിക്കാൻ BJPയുമായി നടത്തിയ ഒത്തുകളിടിയിൽ കേരളത്തിലെ CPI തന്നെ പൊളിച്ചടിക്കുമ്പോൾ കൃത്യമായും ഇപ്പോൾ കോൺഗ്രസിനെ അള്ളുവയ്ക്കാം, പുതിയ രീതിയിൽ കോൺഗ്രസിനെ നിർവീര്യമാക്കാം എന്നുള്ള ശ്രമവും K മുരളീധരൻ തന്നെ കാറ്റിൽ പറത്തിയിരിക്കുന്നു.